അങ്ങനെ കൂട്ടുകാരൻ്റെ വണ്ടിയിൽ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരം കട്ടയാണോന്ന് അറിയത്തില്ല. കട്ടയാണെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിന്റെ കാരണങ്ങളൊക്കെ പറയണം കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് കട്ട ആവലാണ് നമ്മുടെ പ്രാർത്ഥന. എന്തായാലും നോക്കിയിട്ടൊക്കെ വരാം. മഴയാണ് നമുക്കൊരു ടാസ്ക് വല്ലാത്തൊരു പ്രശ്നമാണ്. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ സിമെന്റ് വണ്ടി പോകുന്നത് തന്നെ ഭയങ്കര ഡേഞ്ചറാണ്. പോകുന്നവർക്കൊക്കെ അറിയാം, സിമെന്റ് വണ്ടി പോകുന്നവർക്കൊക്കെ നല്ലോണം അറിയാം അതിന്റെ കാര്യങ്ങളെല്ലാം. മറ്റുള്ള ലോഡും മറ്റേ പല വ്യഞ്ജനങ്ങൾ കൊണ്ടുപോയാലും ഇതൊക്കെ തന്നെ പ്രശ്നങ്ങൾ. മഴ പെയ്ത് കഴിഞ്ഞാൽ അതും ടാർപ്പിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരണം. കാരണം നമുക്കുള്ള അതൊന്നും ആർക്കും മനസ്സിലാവത്തില്ല. കാരണം സാധാരണപ്പെട്ടവർ അവർ ഡ്രൈവർമാരുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ ഇങ്ങനെ മാടാവിടെ എന്നൊക്കെ പറയും. അത്രയൊന്നും സാധാരണപ്പെട്ടവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവത്തില്ല. അത് എത്രയോ ലോങ് ഓടി വരുന്നവരുണ്ട്. നമ്മളെ സംബന്ധിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ കുഴപ്പമില്ല. ഈ മഹാരാഷ്ട്ര, ഡൽഹി, കാശ്മീരൊക്കെ സാധനം എടുക്കുന്നവരൊക്കെ കാണുമല്ലോ. അവരൊക്കെ എത്ര ദിവസം കഴിഞ്ഞായിരിക്കും വരുന്നത്. ഒരു അവസ്ഥയൊക്കെ ഒന്ന് പറഞ്ഞത് നമുക്ക് തന്നെ കുഴപ്പമില്ല. കൂടിപ്പോയി തിരുവനന്തപുരം 200 കിലോമീറ്റർ പോകും, 200-400 കിലോമീറ്റർ ചിലപ്പോൾ ഓടിയത് മതി. അതേ പക്ഷെ നമ്മളെപ്പോലെ മറ്റുള്ള ഒരുപാട് വലിയ ലോങ് പോകുന്ന വണ്ടികളൊക്കെ ഉണ്ട്. അവരെ കാര്യം പറയണ്ട. നമുക്ക് അപ്പം കട്ടയാണോ അല്ലേ നോക്കിയിട്ടൊക്കെ വരെ കേട്ടോ. കട്ടയാണ് കേട്ടോ. കാരണം നമ്മുടെ ഒരവസ്ഥ അല്ല. കാരണം എന്താ വണ്ടികൾ ഒരു 84 സിമെൻ്റ് ഉണ്ട്. അത് ഫുള്ളും കട്ടയാണ്. 620 ജാഗ് സിമെൻറ്റ് വന്ന ഒരു ലോറിയാണ്. പക്ഷേ സംഭവം ഉണ്ട്, നമ്മുടെ അവസ്ഥ എങ്ങനെ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ അത് ഈ ഒരു ഫീൽഡേ നമുക്ക് പറ്റത്തില്ല. ഭയങ്കര ഒരു വിഷമം. കാരണം നമ്മുടെ പൈസയൊക്കെ കട്ടാവും. ഒരുപാട് കാര്യങ്ങൾ. ആ ടാർപ്പ് വെച്ച് കിഴിഞ്ഞെന്നൊക്കെ പറഞ്ഞത് എന്തോന്നറിയാം. അത് പറഞ്ഞാൽ അവിടെ കമ്പനി പറഞ്ഞിട്ടൊന്നും ഒരു എക്സ്ക്യൂസും ഇല്ല. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എല്ലാവരും മഴ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും സൂക്ഷിച്ച് കൊണ്ടുപോകും. എൻ്റെ വണ്ടി എന്തോന്ന് എനിക്കറിയത്തില്ല. ലോഡും കാര്യങ്ങളൊക്കെ ഇനി എൻ്റെ വണ്ടി ഇതേപോലെ ഇതേപോലെ കിടക്കും. അന്ന് വന്ന് ഓടുമ്പോൾ 2 ദിവസത്തെ ഹാൾട്ടാണ്. അന്ന് വന്ന തൊട്ട് തന്നെ ഭയങ്കര മഴയും കണ്ടിതില്ല കിടക്കുന്ന എൻ്റെ വണ്ടി കേട്ടോ. ഇതേപോലെ കണ്ടിന്യൂ മഴ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതെന്തോ ചെയ്യുമെന്ന് നമുക്ക് തന്നെ ഒരു പിടുത്തമില്ലാതിരിക്കുക. ഇനിയിപ്പോൾ നാളെ എൻ്റെ ടാർപ്പ് കഴിക്കുമ്പം അത് എടുക്കുമ്പോൾ എന്തോ സിമെൻറ്റ് കട്ടയാണോ ഇനി നല്ല കണ്ടോന്ന് എത്ര എണ്ണം ഉണ്ടോന്ന് പോയി നമുക്കറിയത്തില്ല. നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടി കേട്ടോ. എന്തോ ചെയ്യും, 84 കട്ടയാണ്. നാലൊരു ഇത് എടുക്കത്തില്ല. ഇത് കമ്പനി കൊണ്ടുപോകുമ്പോൾ എന്തോന്ന് പറയുന്നത് എന്തോന്ന് അറിയത്തില്ല. ഇനിയിപ്പം നാളെ നമ്മുടെ അവസ്ഥ എന്തോന്ന് അറിയാൻ പറ്റും. നാളെ എൻ്റെ ലോഡിന്